സുസ്ഥിര മത്സ്യബന്ധനത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് ഉദയസമുദ്ര ഗ്രൂപ്പിന്റെ സമുദ്ര ദിനാഘോഷവും സെമിനാർ നടന്നു. സ്കാൽ ഇന്റർനാഷണൽ അടക്കമുള്ള സംഘടനകളും സർക്കാർ സംവിധാനങ്ങളും ആഘോഷത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവരെ ചടങ്ങിൽ ആദരിച്ചു. തിരുവനന്തപുരം കോവളം KJM ആനിമേഷൻ സെന്ററിലാണ് ഉദയസമുദ്ര ഗ്രൂപ്പും സ്കാൽ ഇന്റർനാഷണലും സംയുക്തമായി സംഘടിപ്പിച്ച 8ാമത് സമുദ്രദിനാഘോഷം അരങ്ങേറിയത്. ഹാർബർ വാർഡ് കൗൺസിലർ നിസാമുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് പാരിസ്ഥിതിക ദിനവുമായി ബന്ധപ്പെട്ട് സാധാരണ സർക്കാരുകളും നഗരസഭകളും സംഘടിപ്പിക്കേണ്ട കാര്യങ്ങൾ കൃത്യതയോടുകൂടി ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉദയസമുദ്ര എന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ ഈ പരിപാടി സംഘടിപ്പിച്ച ഉദയസമുദ്രയുടെ MDയെയും അവരുടെ പ്രവർത്തകരെയും ആദ്യം അഭിനന്ദിക്കുകയാണ്. സുസ്ഥിര മത്സ്യബന്ധനത്തെക്കുറിച്ച് നടന്ന സെമിനാറിൽ വിഴിഞ്ഞം CMFRIയിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സൂര്യ S വിഷയാവതരണം നടത്തി. ഓരോ വർഷവും നമ്മൾ ഈ ഒരു ഓഷൻ ഡേ നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിന് ഓരോരോ തീംസ് ഉണ്ടാവും. അപ്പം ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് സുസ്ഥിര മത്സ്യബന്ധനം കൂട്ടണം, സമുദ്രത്തെ നിലനിർത്തൂ, നമ്മെ തന്നെ നിലനിർത്തൂ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീം അവർ കൊണ്ടുവന്നത്? സമുദ്രം ഒരുപാട് തരത്തിലുള്ള ചലഞ്ചസ് ഇന്ന് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ പ്രധാനപ്പെട്ടവയാണ് അവർ തിരഞ്ഞെടുത്തതിന് ശേഷം അവരിങ്ങനെ ഒരു ടാഗ് ലൈൻ കൊണ്ടുവരികയാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിലെ പോരായ്മകൾ ഓർമ്മിപ്പിച്ച കോവളം SHO ജയപ്രകാശ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള വിഷയം എന്ന് വെച്ചാൽ തൊട്ടടുത്ത താമസക്കാർ പോലും ഇപ്പൊ ബീച്ചിലിറങ്ങി നോക്കി കഴിഞ്ഞാൽ മലിനജലം വരെ ഒരു സൈഡിൽ കൂടി നമ്മുടെ ഹോട്ടലുകാര് റെസ്റ്റോറൻറ്റുകാരെല്ലാം കുറച്ച് മലിനജലമൊക്കെ കടഞ്ഞു വിടുന്നുണ്ട്. അപ്പൊ ആദ്യം സംരക്ഷിക്കേണ്ട നമ്മുടെ സമീപത്തുള്ള നമ്മുടെ നാട്ടുകാരും ആ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമുദ്രത്തെ സംരക്ഷിക്കേണ്ടത്. ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽ CEO രാജഗോപാൽ അയ്യരടക്കമുള്ളവർ സെമിനാറിൽ സംസാരിച്ചു. നിങ്ങളുടെ എന്ന് പറഞ്ഞ കടലായിട്ട് ബന്ധപ്പെട്ട് ഡയറക്ടറി ഉള്ള ആൾക്കാരായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്, നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇന്ന് കുറച്ച് ബെസ്റ്റ് ഫിഷർമാൻസ് അവാർഡും മറ്റേ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ഒരു ദിവസം നമ്മൾ സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. കോവളം മത്സ്യമേഖലയിലെ മത്സ്യത്തൊഴിലാളികളെയും സെമിനാറിൽ പങ്കെടുത്ത പ്രമുഖ വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു. ജനം, തിരുവനന്തപുരം.